ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കടന്ന് സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അരവിന്ദന്റെ വീട് ജപ്തി ചെയ്യുകയാണ്. അരവിന്ദൻ ആവശ്യപ്പെട്ടതുപോലെ വിനീത് അരവിന്ദന്റെ കുടുംബത്തിന് താങ്ങും തണലുമായി നിൽക്കുകയാണ്. എവിടെ പോകണമെന്നറിയാതെ പെരുവഴിയിൽ നിൽക്കുന്ന ശാരദയും മുത്തശ്ശിയും ഗംഗയും കാവേരിയും യമുനയും നിലയെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് പോവുകയാണ് വിനീത്. സുജാതയുടെ കാല് പിടിച്ച് അവരെ അവിടെ താമസിപ്പിക്കുകയാണ് വിനീത്. ഗംഗയും സുജാതയും ശാരദയും മക്കളെയും ഒരുപാട് കഷ്ടപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയുമാണ്. സുജാത പറഞ്ഞതുപോലെ കാവേരിയും കുടുംബവും സുജാതയുടെ അടുക്കളപ്പുറത്ത് കഴിയേണ്ട അവസ്ഥയിലായിരിക്കുന്നു. കുറച്ചു ദിവസത്തിനു ശേഷം വീട് തിരിച്ചു പിടിക്കാമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവർ അവിടെ കഴിയുന്നത്. ലോൺ അടയ്ക്കുന്നതിനായി അരവിന്ദൻ തോട്ടം വാങ്ങാനായി കൊടുത്ത പണം തിരിച്ചു വാങ്ങാൻ തീരുമാനിക്കുകയാണ് കാവേരിയും ഗംഗയും. അരവിന്ദൻ അയച്ചു കൊടുത്ത പണം തോട്ടം വാങ്ങാനായി കൊടുത്തത് ജയപാലനാണ്. ഗംഗയും കാവേരിയും ജയപാലനെ കാണാനായി തോട്ടത്തിലേക്ക് പോവുകയാണ്. ഗംഗ ചോദിക്കുകയാണ്, തോട്ടത്തിന് കൊടുത്ത പണം തിരിച്ചു കിട്ടുമായിരിക്കുമല്ലേ? കാവേരി പറയുന്നു, നമുക്ക് ചോദിക്കാം. ജയപാലനങ്ങളുടെ അറിയാവുന്ന ആളല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയും ജയപാലനങ്ങളുടെ അറിയാം. ഉറപ്പായും ജയപാലനങ്ങൾ അയാളുടെ കയ്യിൽ നിന്നും പണം തിരിച്ചു മേടിച്ചു തരും. ഗംഗ പറയുകയാണ്, പണം കിട്ടിയാൽ പകുതിയിൽ കൂടുതൽ പ്രശ്നം തീരും. കാവേരി പറയുകയാണ്, അതെ ഗംഗേച്ചി, നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി താമസിക്കാൻ കഴിയും. തുടർന്നവർ ജയപാലന്റെ അരികിലേക്ക് വരികയാണ്. പുഞ്ചിരിച്ച് ജയപാലൻ പറയുന്നു, മക്കളെ, എന്താ ഇവിടേക്ക്? നിങ്ങളെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരാനിരുന്നതാണ് ഞാൻ. ഇപ്പം നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഗംഗ പറയുന്നു, ജയപാലനങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പോയായിരുന്നു. അങ്കിള് തോട്ടത്തിലുണ്ടെന്ന് പ്രവീൺ ആന്റി പറഞ്ഞു. ജയപാലൻ പറയുകയാണ്, ഒന്ന് ഫോൺ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരില്ലായിരുന്നു. കാവേരി പറയുന്നു, അത് സാരമില്ല, ഇവിടെ വെച്ച് എന്തായാലും കണ്ടല്ലോ, പറയാൻ വന്ന കാര്യം എന്തായാലും ഞങ്ങൾ പറയാം. ജയപാലൻ ചോദിക്കുന്നു, എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കണ്ണു നിറങ്ങിയ ഗംഗ പറയുന്നു, ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് വേണം ജയപാലനങ്ങളെ. വിഷമത്തോടു കൂടി ജയപാലൻ പറയുകയാണ്, അതിനെപ്പറ്റി ഞാൻ ആലോചിക്കാതിരിക്കുമോ? അരവിന്ദൻ ഗൾഫിൽ നിന്നും വന്നപ്പോഴേ പറഞ്ഞു ലോൺ അടയ്ക്കാത്തതിന്റെ കാര്യം. അതേ ഞാൻ അവനോട് പറഞ്ഞതാ, വീടിന്റെ ലോണാ, അത് കൃത്യമായി അടയ്ക്കണമെന്ന്. അവൻ കേട്ടില്ല. നിന്റെ കല്യാണമാണ് ആദ്യം നടത്തേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പൊ ബാങ്കുകാര് വീട് ജപ്തി ചെയ്തോണ്ട് പോയി. എന്റെ കയ്യില് അത്രയും പണം ഇല്ല മക്കളെ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പണം കൊടുത്ത് വീട് തിരിച്ചു പിടിച്ചേനെ. കാവേരി പറയുന്നു, അതൊന്നും വേണ്ട അങ്ങളെ, അച്ഛൻ തോട്ടം വാങ്ങിയിട്ടില്ലേ? ഇത് കേട്ട് ടെൻഷനോട് കൂടി ഒന്ന് ആലോചിച്ച് ജയപാലൻ ചോദിക്കുന്നു, ഏത് തോട്ടം? കാവേരി പറയുകയാണ്, ഗംഗേച്ചിയുടെ നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ തോട്ടം. ആ തോട്ടം രജിസ്റ്റർ ചെയ്യണ്ട. അച്ഛൻ തോട്ടത്തിന് കൊടുത്ത പണം തിരിച്ചു മേടിച്ചു തരുമോ? ഗംഗ പറയുന്നു, ബാങ്ക് ലോണ് അടയ്ക്കാനുള്ളത് അടച്ചിട്ട് ബാക്കി ഞങ്ങൾ ചിലവിനെടുത്തോളാം. അങ്കിള് ഞങ്ങളെ സഹായിക്കണം. ജയപാലൻ ചോദിക്കുന്നു, പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറഞ്ഞാൽ എങ്ങനെയാ മക്കളെ? കാവേരി ചോദിക്കണം, അതെന്താ, പണം തിരിച്ചു തരില്ലേ അവര്? ഗംഗ പറയുന്നു, ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞ് അങ്കിള് ആ പണം തിരിച്ചു മേടിച്ചു തരണം. ജയപാലൻ പറയുന്നു, നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. കാവേരി പറയുകയാണ്, അത് വലിയൊരു തോട്ടമല്ലേ, എങ്ങനെയാണെങ്കിലും അച്ഛൻ ഒരുപാട് കാശ് അതിനുവേണ്ടി കൊടുത്തിട്ടുണ്ടായിരിക്കും. ജയപാലൻ പറയുകയാണ്, അവൻ പണം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് കേട്ട് ഗംഗയും കാവേരിയും ഞെട്ടി നിൽക്കുകയാണ്. മനസ്സിലായില്ല എന്ന് കാവേരി പറയുമ്പോൾ ജയപാലൻ പറയുകയാണ്, അവൻ തോട്ടം വാങ്ങണമെന്ന് പറഞ്ഞു, പക്ഷെ അതിനു വേണ്ടിയുള്ള പണം അവൻ കൊടുത്തിട്ടില്ല. വിശ്വസിക്കാനാകാതെ കാവേരി ചോദിക്കുന്നു, കൊടുത്തില്ലെന്നോ? ജയപാലൻ പറയുകയാണ്, ഇല്ല, കൊടുത്തിട്ടില്ല. കണ്ടു നിറങ്ങിയ ഗംഗ പറയുന്നു, നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണെന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. ജയപാലൻ പറയുന്നു, അതെ, അങ്ങനെയാ പറഞ്ഞത്. പക്ഷേ നിശ്ചയം കഴിയുന്നതിന് മുമ്പേ അവൻ നമ്മളെ വിട്ട് പോയില്ലേ? അങ്ങനെ ജയപാലൻ അവരുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുകയാണ്. വിശ്വസിക്കാനാകാതെ ഗംഗ ചോദിക്കുന്നു, സത്യമായിട്ടും അച്ഛൻ പണം കൊടുത്തില്ലേ? ജയപാലൻ പറയുന്നു, ഇല്ല, തോട്ടത്തിനുള്ള പണം കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഈ സമയത്തിനുള്ളിൽ ആ പണം ചെന്ന് വാങ്ങില്ലായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയില് ഇപ്പൊ നമുക്ക് പ്രധാനം തോട്ടമല്ലല്ലോ. കാവേരി പറയുന്നു, അങ്കിൾ, ഞങ്ങളെ എല്ലാവരെയും ആ തോട്ടത്തിൽ കൊണ്ടുപോയി കാണിച്ചായിരുന്നു. ആ തോട്ടത്തിൽ താമസിക്കുന്നതിനെ കുറിച്ചൊക്കെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു. പണം കൊടുക്കാതെ അച്ഛൻ എങ്ങനെയാ അതൊക്കെ ഞങ്ങളോട് പറയുക? ജയപാലൻ പറയുന്നു, പണം കൊടുത്തിട്ടില്ല മോളെ, അവൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നും എന്തോ പണം കിട്ടാനുണ്ടെന്നാ എന്നോട് പറഞ്ഞത്. അത് കിട്ടിയാലുടനെ വീടിന്റെ ലോണും തീർത്ത് തോട്ടം വാങ്ങാനുള്ള കാശും കൊടുക്കാമെന്നാ എന്നോട് പറഞ്ഞത്. അവൻ നമ്മളെ വിട്ടുപോയി. അവൻ എവിടെ ജോലി ചെയ്തിരുന്നെന്ന് ആർക്കറിയാം? കമ്പനിയിൽ നിന്നും പണം വരുന്നുണ്ടോ എന്ന് ആർക്കറിയാൻ പറ്റും? കാവേരി സംശയത്തോടു കൂടി ജയപാലനെ നോക്കുമ്പോൾ ഗംഗ ചോദിക്കുന്നു, അച്ഛൻ കുറച്ച് പണം പോലും കൊടുത്തിട്ടില്ലേ? ജയപാലൻ പറയുന്നു, ഇല്ല, ഒരു 50,000 രൂപ തന്ന് അഡ്വാൻസ് കൊടുക്കാൻ എന്നോട് പറഞ്ഞു. അത് വേണമെങ്കിൽ ഞാൻ അവരോട് ചോദിക്കാം. ആ ഓണർ അത് തിരിച്ചു തരുമോ എന്ന് എനിക്കറിയില്ല. അയാൾ തന്നില്ലെങ്കിലും സാരമില്ല, ഞാൻ എന്റെ കയ്യിൽ നിന്നും തരാം മോളെ. ഇതൊക്കെ സത്യമാണോ എന്ന് കാവേരി ചോദിക്കുമ്പോൾ ജയപാലൻ ചോദിക്കണം, ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് കള്ളം പറയാൻ പറ്റുമോ? കാവേരി ചോദിക്കുന്നു, അച്ഛൻ ഇങ്ങനെ ചെയ്യുമോ? ഞങ്ങളെ എല്ലാവരെയും ഇങ്ങനെ നടു റോഡിൽ നിർത്തുമോ? ജയപാലൻ പറയുന്നു, ഒരിക്കലുമില്ല. അവൻ ഇതൊക്കെ ഇങ്ങനെ ആകുമെന്ന് കരുതി ചെയ്തതല്ലോ. വന്നപ്പോൾ അവന്റെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു. ആ പണം എല്ലാം കൂടി കൊണ്ടുപോയിട്ട് ഗംഗയുടെ നിശ്ചയത്തിന് വേണ്ടി സ്വർണം വാങ്ങിയത്. കാവേരി പറയുന്നു, വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്കിൾ, അച്ഛൻ പണം കൊടുക്കാതെയാണോ അത് നമ്മുടെ തോട്ടമാണെന്ന് പറഞ്ഞത്? ജയപാലൻ ചോദിക്കുന്നു, എന്താ ഇത്, എന്നെ വിശ്വസിക്കാത്തതുപോലെയാണല്ലോ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഗംഗ പറയുന്നു, അങ്ങനെ വിചാരിക്കല്ലേ അങ്കിൾ, ആ പണം കിട്ടിയാൽ വീട് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാമെന്ന് വിചാരിച്ചു. ഇനി
എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. കാവേരി ചോദിക്കുന്നു. അങ്കിൾ, അച്ഛൻ അവസാനമായി അങ്കിളിനെ കാണാനല്ലേ വന്നത്? ഇത് കേട്ട് ജയബാലൻ ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ കാവേരി സംശയത്തോടുകൂടി ജയബാലനെ ശ്രദ്ധിക്കുകയാണ്. നിങ്ങൾ എന്തായി പറയുന്നതെന്ന് ജയബാലൻ ചോദിക്കുമ്പോൾ ഗംഗ പറയുന്നു, അവസാനമായി അച്ഛൻ മരിച്ച ദിവസം അങ്കിളിനെ കാണാൻ വന്നില്ലേ? അന്നാ അച്ഛൻ എന്തെങ്കിലും അങ്കിളിനോട് പറഞ്ഞായിരുന്നോ? ജയബാലൻ പറയുന്നു, ആ പറഞ്ഞായിരുന്നു. ഇതുവരെ ആ പണം വന്നില്ല, എപ്പോ വരുമെന്ന് അറിയില്ല. എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞു. നീ വിഷമിക്കണ്ട, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ഞാൻ ഒരുപാട് പറഞ്ഞു. പക്ഷെ അവൻ അതിനൊന്നിനും വേണ്ടി കാത്തു നിന്നില്ല, അവൻ പോയി. അങ്ങനെ ജയബാലൻ പൊട്ടിക്കരയുകയാണ്. കരഞ്ഞുകൊണ്ട് ഗംഗ ചോദിക്കുന്നു, ഇനി എന്ത് ചെയ്യും കാവേരി? ജയബാലൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് വിനീതിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ എന്തിനാ അവിടെ താമസിക്കുന്നത്? നിങ്ങൾക്കായി എന്റെ വീടില്ലേ? അത്രയും വലിയൊരു വീട് നിങ്ങൾക്കുള്ളപ്പോൾ വിനീതിന്റെ വീട്ടിൽ താമസിക്കേണ്ട കാര്യമില്ല. എല്ലാവരും കൂടി നമ്മുടെ വീട്ടിലേക്ക് വന്ന് താമസിക്കും. കാവേരി പറയുന്നു, സാരമില്ല, ഞങ്ങൾ അവിടെ തന്നെ നിന്നോളാം. ജയബാലൻ പറയുകയാണ്, നിങ്ങളിപ്പം വീട്ടിലേക്ക് പോ, ഞാൻ ശാരദയെ വന്ന് കണ്ടോളാമെന്ന് പറ. ഗംഗ പറയുന്നു, ശരി അങ്കിൾ. കാവേരി വാ. അങ്ങനെ കാവേരിയും കൂട്ടി ഗംഗ അവിടെ നിന്ന് പോവുകയാണ്. കാവേരി ദേഷ്യത്തോടു കൂടി ജയബാലനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. തുടർന്ന് ഗംഗയും കാവേരിയും തങ്ങളുടെ വീടിന്റെ അരികിലേക്ക് വന്നിരുന്ന് പൊട്ടിക്കരയുകയാണ്. ഈ സമയം അവിടേക്ക് വന്ന വിനീതിനോടും നിവിനോടും ജയബാലൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുകയാണ് അവർ. തുടർന്ന് ജയബാലനും രാഗിണിയും കൂടി ഫോണിൽ സംസാരിക്കുകയാണ്. അച്ഛൻ മോൾക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്യുന്നത്? നീ ആഗ്രഹിക്കുന്നതെല്ലാം അച്ഛൻ നിനക്ക് നേടിത്തരുമെന്നൊക്കെ ജയബാലൻ പറയുകയാണ്. ഈ സമയം നിവിൻ അവിടേക്ക് വരികയാണ്. ജയബാലൻ പറയുന്നു, നിവിൻ വന്നിട്ടുണ്ട്. നിവിനെ, നിനക്ക് എന്തെങ്കിലും രാഗിണിയോട് സംസാരിക്കാനുണ്ടോ? ഒരു ഹായ് പറഞ്ഞേക്കാൻ നിവിൻ പറയുമ്പോൾ ജയബാലൻ പറയുകയാണ്, നിവിൻ നിന്നോട് ഹായ് പറയുന്നുണ്ട്. രാഗിണിയും ഹായ് പറയുകയാണ്. തുടർന്ന് ജയബാലൻ പറയുകയാണ്, സാധാരണ നീ ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ. നിവിൻ പറയുന്നു, ജയബാലൻ ഞങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാ. മരിച്ചുപോയ അരവിന്ദൻ അങ്കിളിന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ? വിഷം അഭിനയിച്ച് ജയബാലൻ പറയുന്നു, ഞാനും അവനും ഒന്നായിട്ട് ജീവിച്ചവരാ. രണ്ടു ശരീരമാണെങ്കിലും ഒരു മനസ്സായിരുന്നു ഞങ്ങൾക്ക്. അവൻ എന്നെ വിട്ടിട്ട് പോയി. അവൻ ഗൾഫിലാണെന്ന് വിചാരിച്ച് ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ച് മുന്നോട്ട് ജീവിക്കുകയാണ്. നിവിൻ ചോദിക്കുന്നു, അരവിന്ദൻ അങ്കിളിന്റെ വരവും ചിലവും എല്ലാം ജയബാലൻ അങ്കിളല്ലേ നോക്കിയിരുന്നത്? ജയബാലൻ ചോദിക്കുകയാണ്, വരവ് ചിലവോ? കോടികൾ അരവിന്ദൻ എന്നെ ഏൽപ്പിച്ചതുപോലെയാണല്ലോ നീ പറയുന്നത്. മാസം മാസം പണം അയച്ചു തരും, അത് കൊണ്ടുപോയി അരവിന്ദന്റെ വീട്ടിൽ കൊടുക്കും. നിവിൻ ചോദിക്കുന്നു, സത്യമായിട്ടും അരവിന്ദൻ അങ്കിൾ ലോൺ അടച്ചിട്ടില്ലായിരുന്നോ? ജയബാലൻ ചോദിക്കുകയാണ്, നിവിൻ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? അതുകൊണ്ടല്ലേ വീട് ജപ്തി ചെയ്തത്. നിവിൻ പറയുന്നു, കുടുംബത്തോട് ഇത്രയും സ്നേഹമുള്ള ഒരാള് ഇങ്ങനെ ലോൺ ഒക്കെ അടയ്ക്കാതിരിക്കുവോ? ജയബാലൻ പറയുന്നു, പണം അടയ്ക്കണമെങ്കിൽ കയ്യിൽ പണം വേണ്ടേ? ജോലിയിൽ പ്രശ്നമുണ്ടായിരുന്നു. അവസാനം ചില മാസങ്ങളിൽ വീട്ടു ചെലവിന് പോലും അവൻ പണം അയച്ചു തന്നിട്ടില്ല. ഞാനാ കയ്യിലുള്ളത് കൊടുത്ത് വീട്ടു ചെലവെല്ലാം നോക്കിയത്. ഇതെല്ലാം കേട്ട് ഡ്രൈവർ ജയബാലനെ ശ്രദ്ധിക്കുന്നുണ്ട്. നിവിൻ ചോദിക്കുന്നു, അരവിന്ദൻ അങ്കിൾ എന്താ പിന്നെ വീട്ടിൽ ഇതൊന്നും പറയാതിരുന്നത്? കല്യാണമൊക്കെ ഗ്രാൻഡായിട്ട് നടത്താനല്ലായിരുന്നു? ജയബാലൻ പറയുകയാണ്, അതവന്റെ ആഗ്രഹമായിരുന്നു, പക്ഷെ കയ്യിൽ പണം ഇല്ലായിരുന്നു. നിവിൻ ചോദിക്കുന്നു, അതെങ്ങനെ അങ്കിളെ? കയ്യിൽ പണമില്ലാത്ത ഒരാള് ഇത്രയും വലിയൊരു തോട്ടം വാങ്ങാൻ എങ്ങനെ തീരുമാനിക്കും? ബാങ്കിൽ ഇത്രയും ലോൺ അടയ്ക്കാനുള്ളപ്പോൾ വലിയ തോട്ടം വാങ്ങാനും മകളുടെ കല്യാണം ഗ്രാൻഡായിട്ട് നടത്താനും ഒക്കെ തീരുമാനിക്കുമോ? ജയബാലൻ ചോദിക്കണേ, എന്താ നിവിനെ ഇത്? ഞാൻ എന്തോ ചെയ്തതുപോലെ പോലീസുകാരെ പോലെ നീ എന്നെ ചോദ്യം ചെയ്യുകയാണല്ലോ. നിവിൻ പറയുന്നു, അങ്ങനെയല്ല അങ്കിൾ, എനിക്ക് അരവിന്ദൻ അങ്കിളിനെ പറ്റി കൂടുതലായൊന്നും അറിയില്ല. വിനീത് പറഞ്ഞതനുസരിച്ച് ചോദിച്ചതേ ഉള്ളൂ. വിനീതും അരവിന്ദൻ അങ്കിളിന്റെ മക്കളും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാകുന്നില്ല, അതാ അങ്കിളിന് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചത്. ജയബാലൻ പറയുകയാണ്, അരവിന്ദന്റെ പണം 5 പൈസ പോലും എന്റെ കയ്യിലില്ല. അവൻ എനിക്ക് ആ പണം ഇങ്ങോട്ട് തരാനുള്ളത്. ഇപ്പൊ ചോദിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് നിവിൻ ചോദിക്കുമ്പോൾ ജയബാലൻ പറയുകയാണ്, നമ്മുടെ കയ്യില് പണമൊന്നും ഇല്ലല്ലോ, സ്ഥലവും വീടും ഒക്കെയല്ലേ. പണമായിട്ട് കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ലോൺ അടച്ചേനെ. എനിക്കിപ്പോ ചെയ്യാൻ പറ്റുന്നത് അവരെ എല്ലാവരെയും കുറച്ചുനാള് എന്റെ വീട്ടിൽ താമസിപ്പിക്കുക എന്നുള്ളതാ. അല്ലാതെ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതെല്ലാം കേട്ട് ജയബാലന്റെ ഡ്രൈവർ വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. നിവിൻ സംശയത്തോടു കൂടി ജയബാലനെ നോക്കുന്നുണ്ട്. തുടർന്ന് വിനീതിന്റെ അരികിലേക്ക് വന്ന നിവിൻ ജയബാലനെ കണ്ട കാര്യവും ജയബാലൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം പറയുകയാണ്. വിനീതും സംശയത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ജയബാലൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗംഗയും കാവേരിയും യമുനയോട് പറയുകയാണ്. ജയബാലൻ അങ്കിൾ എന്തെങ്കിലും ചെയ്യുമായിരിക്കുമെന്ന് യമുന പറയുമ്പോൾ കാവേരി പറയുകയാണ്, എല്ലാം ജയബാലൻ അങ്കിളിനെ ഏൽപ്പിച്ച് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അങ്കിൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. ഗംഗ പറയുന്നു, എന്റെ സംശയം അതല്ല, അച്ഛൻ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായി പൈസ ഇല്ലാതിരുന്നിട്ടും എന്റെ നിശ്ചയത്തിന് അത്രയും സ്വർണം വാങ്ങിക്കൊണ്ട് വന്നില്ലേ? ഗ്രാൻഡ് ആയിട്ട് കല്യാണം നടത്താൻ തീരുമാനിച്ചില്ലേ? യമുന പറയുന്നു, അച്ഛൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളെ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയല്ലേ? കാവേരി പറയുന്നു, ചേച്ചി പറഞ്ഞത് കറക്റ്റാ. ആഡംബരമായിട്ട് കല്യാണം നടത്തിയാൽ താമസിക്കുന്ന വീട് തന്നെ നഷ്ടപ്പെടുമെന്നറിയാവുന്ന അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കരഞ്ഞുകൊണ്ട് ഗംഗ പറയുന്നു, എനിക്ക് അച്ഛനെ തിരിച്ചു കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ട. അച്ഛന് മാത്രമേ അറിയത്തുള്ളൂ എന്താണ് സംഭവിച്ചതെന്ന്. കാവേരി പറയുന്നു, ഗംഗേച്ചി കരയാതെ, ആരും നമ്മളെ രക്ഷിക്കാൻ വരില്ല, നമ്മൾ തന്നെ നമ്മളെ രക്ഷിച്ചേ പറ്റൂ. യമുന പറയുന്നു, കാവേരി ചേച്ചി പറഞ്ഞത് കറക്റ്റാ, ആരും വരില്ല, നമ്മൾ തന്നെ നമ്മളെ നോക്കിയേ പറ്റൂ. അച്ഛനുള്ള കാലത്തോളം നമ്മൾ രാജകുമാരികളെ പോലെ കഴിഞ്ഞു. ഗംഗ പറയുന്നു, ഇപ്പൊ രാജാവും ഇല്ല രാജകുമാരികളും ഇല്ല. കാവേരി, ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ബാങ്കിലേക്ക് പോകാം. എനിക്ക് വേണ്ടി അച്ഛൻ
അച്ഛൻ വാങ്ങിത്തന്ന മുഴുവൻ സ്വർണവും കൊടുത്ത് ബാങ്കിലെ കടമെല്ലാം തീർത്ത് നമുക്ക് നമ്മുടെ വീട് സ്വന്തമാക്കാം. യമന ചോദിക്കുന്നു, അപ്പൊ ചേച്ചിയുടെ കല്യാണം? ഗംഗ ചോദിക്കാണ്, ഇപ്പൊ അതാണോ പ്രധാനം? തുടർന്ന് കാവേരിയും വിനീതും നിവിനും ബാങ്ക് മാനേജറെ കാണാനായി വരികയാണ്. ഡോക്യുമെന്റ്സ് എല്ലാം കാണിച്ചിട്ട് വിനീത് പറയുന്നു, അമ്മാവൻ മരിച്ചിട്ട് 4 ദിവസം പോലും ആയില്ല, അതിനുള്ളിൽ വീട് ജപ്തി ചെയ്തു. മാനേജർ പറയുന്നു, ലോൺ കൃത്യമായി അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യേണ്ടി വരും. കാവേരി പറയുന്നു, സർ ഞങ്ങൾ എത്ര അടയ്ക്കാനുള്ളത്? മാനേജർ പറയുകയാണ്, 8 മാസം ലോൺ അടച്ചിട്ടില്ല, ഈ മാസം കൂടി ചേർത്ത് 9 മാസം. നിവിൻ പറയുന്നു, സർ എത്രയാണ് ഞങ്ങൾ അടയ്ക്കാനുള്ള തുകയെന്ന് പറയൂ. മാനേജർ ചോദിക്കുകയാണ്, മാസം മാസം അടയ്ക്കാനുള്ള ലോൺ എത്രയാണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലേ? കാവേരി പറയുന്നു, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല സർ. വിനീത് പറയുകയാണ്, അമ്മാവൻ ഞങ്ങളോട് ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. മാനേജർ പറയുന്നു, 3 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട്, അതിന്റെ പലിശയും ഫൈനും എല്ലാം ചേർത്ത് വേണം അടയ്ക്കാൻ. ഇനി എത്ര മാസം ഉണ്ട് ലോൺ അടയ്ക്കാനെന്ന് നിവിൻ ചോദിക്കുമ്പോൾ മാനേജർ പറയുകയാണ്, ഇനി ഒരു 4 മാസം കൂടിയുണ്ട്. നിവിൻ പറയുന്നു, സർ ഒരു മനുഷ്യൻ 19 വർഷമായിട്ട് ലോൺ അടയ്ക്കുന്നുണ്ട്, ബാക്കിയുള്ള 1 വർഷം കൂടി അടയ്ക്കാനുള്ളൂ. അത് അടച്ചില്ല എന്ന് പറഞ്ഞ് ഉടനെ ജപ്തി ചെയ്യുകയാണോ വേണ്ടത്? ഒരു സാവകാശം തരണ്ടേ? മാനേജർ പറയുന്നു, ബാങ്ക് റൂൾസ് ഫോളോ ചെയ്യാനേ ഞങ്ങളെ കൊണ്ട് പറ്റൂ. കാവേരി ചോദിക്കുന്നു, 1 വർഷത്തേക്കുള്ള പണം അടച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് തിരിച്ചു തരില്ലേ? മാനേജർ പറയുന്നു, പണം അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വീട് തരുന്നതിൽ എന്ത് പ്രശ്നമോ? കാവേരി പറയുന്നു, വിനീതേട്ടാ പണം മൊത്തം അടയ്ക്കണം. തുടർന്ന് വീട്ടിലേക്ക് വന്ന കാവേരിയും വിനീതും ശാരദയോടും ഗംഗയോടും ബാങ്ക് മാനേജർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ശാരദ തന്റെ കയ്യിൽ കിടക്കുന്ന വളകളൊക്കെ ഊരാനായി തുടങ്ങുമ്പോൾ കാവേരി പറയുന്നു, അത് വേണ്ടമ്മേ, നമുക്ക് മറ്റെന്തെങ്കിലും മാർഗം നോക്കാം. ഗംഗ പറയുകയാണ്, എന്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയ സ്വർണം പണയം വെക്കാം. ശാരദ പറയുന്നു, നിന്റെ കല്യാണത്തിന് വേണ്ടി അച്ഛൻ ആഗ്രഹിച്ചു വാങ്ങിയതാ സ്വർണം. കാവേരി പറയുകയാണ്, അമ്മേ അത് പണയം വെക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ, വിൽക്കുന്നില്ലല്ലോ. അത് വേണ്ടെന്ന് ശാരദ പറയുമ്പോൾ ഗംഗ ചോദിക്കുകയാണ്, ആ സ്വർണം ഉണ്ടായിട്ട് ഇപ്പൊ അമ്മ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ വീട്ടിൽ തന്നെ താമസിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകണ്ടേ? കാവേരി പറയുന്നു, നമ്മുടെ കയ്യിൽ പണം കിട്ടുമ്പോൾ സ്വർണം തിരിച്ചെടുക്കാം. കാവേരിയും ഗംഗയും കൂടി സ്വർണം പണയം വെക്കാൻ ശാരദയെ സമ്മതിപ്പിക്കുകയാണ്. തുടർന്ന് ഗംഗയും യമുനയും കാവേരിയും ശാരദയും സ്വർണം എടുത്തു നോക്കുമ്പോൾ വിഷമത്തോടുകൂടി ഗംഗയെ നോക്കുകയാണ് വിനീത്. ശാരദ പറയുന്നു, അച്ഛൻ ആഗ്രഹിച്ച് നിന്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയ സ്വർണ്ണമായത്, നിന്റെ കല്യാണത്തിന് സ്വർണം വേണ്ടേ മോളെ? ഗംഗ പറയുന്നു, അമ്മയൊന്നും മിണ്ടാതിരിക്കുവോ? ഇപ്പം കല്യാണമാണോ പ്രധാനം, വീടാണോ? ശാരദ പറയുന്നു, ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യ്. കാവേരി പറയുകയാണ്, ചേച്ചി ബാങ്കിലെ സമയം കഴിയുന്നതിന് മുമ്പ് നമുക്ക് ഈ സ്വർണവുമായി അവിടെ എത്തണം. അങ്ങനെ ഗംഗയും കാവേരിയും വിനീതും സ്വർണവുമായി ബാങ്കിലേക്ക് പോവുകയാണ്. തുടർന്ന് അവർ സ്വർണമെല്ലാം ബാങ്കിലേക്ക് കൊണ്ടുവന്ന് പണയം വെക്കുകയാണ്. ലോൺ എല്ലാം അടച്ചതിന് ശേഷം ബാക്കി പണം തന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായി പറയുകയാണ് ഗംഗ. കുറച്ച് സ്വർണം ഇങ്ങ് എടുത്ത് മാറ്റിയാൽ മതിയെന്ന് കാവേരി പറയുമ്പോൾ ഗംഗ പറയുകയാണ്, അത് വേണ്ട, നമ്മുടെ ആവശ്യത്തിന് ഇപ്പോൾ കുറച്ച് പണം വേണം. ശേഷം അവർ ഡോക്യുമെന്റ്സ് എല്ലാം ഒപ്പിട്ട് കൊടുക്കുകയാണ്. കരഞ്ഞുകൊണ്ട് ഗംഗയെ ഓർക്കുന്നു, തന്റെ നിശ്ചയത്തിനായി അരവിന്ദൻ സ്വർണമെല്ലാം വാങ്ങി തന്നതും ആ സ്വർണം വെച്ച് നോക്കി നന്നായിട്ടുണ്ടെന്ന് അരവിന്ദൻ പറഞ്ഞതുമല്ല. അരികിലേക്ക് വന്ന വിനീത് ഗംഗയെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. ഗംഗ കരയാതെ, നിങ്ങളുടെ കുടുംബത്തിന് ഞാനുണ്ട്, ആരില്ലേലും ഞാൻ നിങ്ങളുടെ ഒപ്പം കാണും. തുടർന്ന് വീട്ടിലേക്ക് വന്ന ഗംഗയും കാവേരിയും സന്തോഷത്തോടുകൂടി ശാരദയും യമുനയും നിളയെയും കൂട്ടി വീട്ടിലേക്ക് പോകാനായി ഇറങ്ങുകയാണ്. വിനീതും സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. സുജാതയോട് യാത്ര പറഞ്ഞ് മുത്തശ്ശിയും ശാരദയുടെയും മക്കളുടെ ഒപ്പം പോവുകയാണ്. സുജാത വിഷമത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വിനീതും നിവിനും അവരുടെ ഒപ്പം അരവിന്ദന്റെ വീട്ടിലേക്ക് വരികയാണ്. ശാരദയും മക്കളും സന്തോഷത്തോടുകൂടി വീടിനകത്തേക്ക് കയറുകയാണ്. നിള പറയുന്നു, കാവേരിയേച്ചി പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ അരവിന്ദന്റെ ഫോട്ടോയിൽ നോക്കി നിള പറയുകയാണ്, അച്ഛ ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടുകൂടി അരവിന്ദന്റെ ഫോട്ടോയിലേക്ക് നോക്കുകയാണ്. വിനീത് പറയുന്നു, ഇപ്പോഴാ സമാധാനമായത്, നമുക്ക് രണ്ടുപേർക്കും അവർക്കൊരു കഷ്ടകാലം വന്നപ്പോൾ അവരുടെ ഒപ്പം നിന്ന് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ വിനീതും നിവിനും സന്തോഷത്തോടുകൂടി എല്ലാവരെയും നോക്കുകയാണ്. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.